Okay. നമുക്ക് ഈ പ്രാവശ്യം പെർസ്പെക്റ്റീവ് വ്യൂ ട്ടാ. പെർസ്പെക്റ്റീവ് വ്യൂവിൽ നമ്മൾ ഓൾറെഡി കാര്യങ്ങൾ ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് വരാത്തവർക്കും പിന്നെ മനസ്സിലാവാത്തവർക്കും വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ മാത്രം പറയുകയാണ്. പെർസ്പെക്റ്റീവ് വ്യൂ. ഓക്കെ, പെർസ്പെക്റ്റീവ് വ്യൂ റൈറ്റ്. പെർസ്പെക്റ്റീവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കുറേ കാര്യങ്ങൾ തന്ന കാര്യങ്ങൾ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്തതിന് നമ്മളൊരു പകുതിയുടെ മുകളിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞു. തന്ന കാര്യങ്ങൾ മീൻസ് വി ഹാവ് സ്റ്റേഷൻ പോയിന്റ്, other things, station point, picture plane, etc. So ഇതിൽ ക്വസ്റ്റ്യൻ പറയുന്നത് we got a square pyramid resting on HP with its base. I mean square pyramid resting on the ground plane with its base, and one of the base edges is parallel to picture plane and 10 mm behind the picture plane എന്ന് പറയുന്നത്. So first of all നമുക്ക് സിമ്പിൾ വ്യൂ വരയ്ക്കാൻ ശ്രമിക്കാം. സിമ്പിൾ വ്യൂ ഇൻ ദ സെൻസ് നമ്മൾ മുമ്പ് ഓർത്തോഗ്രാഫി പ്രൊജക്ഷനിൽ പഠിച്ച പോലെ തന്നെ വി ഹാവ് XY ലൈൻ ദെൻ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. അതുപോലെ ഇവിടെ പെർസ്പെക്റ്റീവ് വ്യൂവിൽ XY ലൈന് പകരം ഗ്രൗണ്ട് ലൈൻ. ഓക്കെ, ഗ്രൗണ്ട് ലൈൻ, അവിടെ ഗ്രൗണ്ട് ലൈനിന്റെ മുകളിൽ ഫ്രണ്ട് വ്യൂ, താഴെ ടോപ്പ് വ്യൂ. സോ ഐ എം ഡ്രോയിങ് എ ഗ്രൗണ്ട് ലൈൻ. ഈ സ്പേസ് അതിനായിട്ട് സെറ്റ് ചെയ്യണം. സ്റ്റേഷൻ പോയിന്റ് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് സ്പേസ് സെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റേഷൻ പോയിന്റ് ഈസ് 60 mm in front of PP, 40 mm right to the apex എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ റൈറ്റ് സൈഡിൽ നമ്മൾ കുറച്ച് സ്പേസ് വെക്കുന്ന രീതിയിൽ ചെയ്യാം. XY ലൈൻ, സോറി, ഗ്രൗണ്ട് ലൈൻ. സോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. We can start with the top view. We got a square pyramid. Since it is a pyramid, നമുക്ക് ഇങ്ങനെ സ്ലാന്റ് ഡിസ്റ്റ് റെപ്രസെന്റ് ജസ്റ്റ് അതിന്റെ നെയിം ചെയ്യാം. Let it be A, B, C and D, O, P, apex and base center. Corresponding front view axis, just like this. Okay, here we have D dash comma A dash, O dash, P dash, C dash comma B dash. So and this is what is our ground line. Our ground line. Okay, now next step I can mark the picture plane. See, it is near the, given that the nearest base edge is parallel and 10 mm behind the picture plane. 10 mm behind the picture plane. So we can place picture plane somewhere here. That means from picture plane the distance of the base edge is 10 mm, right? 10 mm. So we got picture plane, and here this is square of dimension 50 and height is given, which is 65. Yes, 65. Now I can place the station point is given 70 mm above ground plane and 40 mm right of the apex. So 40 mm right of the apex. 40 mm right of apex means somewhere here you can place your central plane, and from ground plane it is 70 mm above. 70, somewhere here you can find the station point, front view of station point, right? Now in top view station point will be 60 mm in front of picture plane. 60 mm in front of picture plane. Station point always lying on the central plane. Central plane ആണ് എപ്പോഴും സ്റ്റേഷൻ പോയിന്റ് എടുക്കുക. സോ ഫ്രണ്ട് വ്യൂല് SP dash, ടോപ്പ് വ്യൂല് it is 60 mm in front of picture plane. 60 mm somewhere here, let it be somewhere here. Station point in top view. ഈ കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് 50% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, റൈറ്റ്? Now dimension. So here it is 70 mm. Here this much is 40, and yes, this much is it is 60, right? Now അടുത്ത സ്റ്റെപ്പ് എന്താ? പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് എങ്ങനെയാണോ കാണുന്നത്. അപ്പോൾ വി ഹാവ് വിഷ്വൽ റേസ് ഫ്രം അവർ ഐസ്. നമ്മളെ ഐയിൽ നിന്ന് റേസ് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ വിഷ്വൽ ഐ മീൻ അവർ ഐ മീൻസ് ഹിയർ ഒബ്സർവേഴ്സ് ഐ ഈസ് സ്റ്റേഷൻ പോയിന്റ്. സ്റ്റേഷൻ പോയിന്റ് ഫ്രണ്ട് വ്യൂന്നും സ്റ്റേഷൻ പോയിന്റ് ടോപ്പ് വ്യൂന്നും വിഷ്വൽ റേസ് ഒബ്ജക്റ്റിലേക്ക് പാസ് ചെയ്യും, ഒബ്ജക്റ്റിന്റെ ഓരോ കോർണേഴ്സിലേക്ക്, റൈറ്റ്? സോ ഐ മീൻ വിഷ്വൽ റേസ് ഫ്രം ടോപ്പ് വ്യൂ.
and visual rays from front view. Right? With a top view, meet here the points mark here. Either picture plane meet here the points. Here D corresponding, let it be D0, and A corresponding, let it be A0. Just identify many markers, and it is O0 and P0, right? Here it is C0 and B0. Now A0 corresponding projection line varachal. See projection lines I can start with the arrow, right? D0. I mean D evideyano front view evideyano median avada place D is somewhere here. So capital letter which D represent cheyam. And here from A0 A somewhere here A capital letter use cheyam. Then O and P. O, here it is P and here it is O. Now C, here it is the point C, and finally point B. Yes, B somewhere here. So we got A, B, C, D, and the apex. So we can join A, B, C, D. See, the pyramid will be like this. ഏകദേശം ഇതുപോലെയാണ്. എനിക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടണില്ല, കാരണം ഞാൻ എടുത്ത ഡയമെൻഷൻ തെറ്റായിരിക്കാം. ഞാൻ കറക്റ്റ് ഡയമെൻഷൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ മെത്തേഡ് ശ്രദ്ധിക്കുക, എന്റെ മെത്തേഡ് ശ്രദ്ധിക്കുക. നമുക്ക് സിമ്പിൾ വ്യൂ ആദ്യം വരച്ചു, വൈറ്റ് ഇൻ കളർ സിമ്പിൾ വ്യൂ വരച്ചു. ദെൻ പിക്ചർ പ്ലെയിൻ മാർക്ക് ചെയ്തു, സ്റ്റേഷൻ പോയിന്റ് ഫിക്സ് ചെയ്തു. സ്റ്റേഷൻ പോയിന്റ് വിഷ്വൽ റേസ് ടോപ്പ് വ്യൂയിലേക്കും ഫ്രണ്ട് വ്യൂയിലേക്കും വരച്ചു. ഫ്രണ്ട് വ്യൂ സ്റ്റേഷൻ പോയിന്റ് വിഷ്വൽ റേസ് ടു the front view, and top view station point top view like visual rays. Then picture plane meet ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. That means top view picture plane നമുക്ക് അതിന്റെ പോയിന്റ്സ് കിട്ടി. Then corresponding points front view മാർക്ക് ചെയ്യാം. See, picture plane front view ഉണ്ടാവും, top view ഉണ്ടാവും, right? So top view picture plane നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്തു. Then corresponding points front view മാർക്ക് ചെയ്യാം. Front view ആണ് നമുക്ക് ശരിക്കുള്ള വ്യൂ. So this is what is pictorial view, sorry perspective view. ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായും റെപ്രസെന്റ്. ചില സമയത്ത് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇവിടെ സ്റ്റേഷൻ പോയിന്റ് സ്റ്റേഷൻ പോയിന്റ് 40 mm to the right of apex എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ പോയിന്റ് സെൻട്രൽ പ്ലെയിൻ എന്ന് റെപ്രസെന്റ് ചെയ്തില്ല. ചിലപ്പോൾ സെൻട്രൽ പ്ലെയിൻ എന്ന് പറയാം. സെൻട്രൽ പ്ലെയിൻ ടു ദ റൈറ്റ് ഓഫ് ദ അപെക്സ് മീൻസ് അപ്പോ അതിലായിരിക്കും സ്റ്റേഷൻ പോയിന്റ് കിടക്കുക. അല്ലെങ്കിൽ ഹൊറൈസോൺ പ്ലെയിൻ എന്നൊക്കെ പറയും. ഹൊറൈസോൺ പ്ലെയിൻ here station point is 70 mm above ground plane എന്ന് പറയുന്നത്. 70 mm above ground plane. അതിന് പകരം ചിലപ്പോൾ ഹൊറൈസോൺ പ്ലെയിൻ 70 mm above ground plane തന്നാണ് നമുക്ക് സ്റ്റേഷൻ പോയിന്റ് ഫ്രണ്ട് വ്യൂവിൽ മാർക്ക് ചെയ്തത്. So this is the solution. Okay.